അത് നാലാളും കടിപിടി കൂടല്ലേ, അതിലാരാവുന്നത് പഠിച്ചോലറിയാം. ചത്തെടുക്കുന്ന കോൺഗ്രസിനെ ഇനിയിപ്പിച്ചത് സതീശനാ. മൂപ്പർക്കാണ് അതിന് മുൻഗണന കൊടുക്കേണ്ടത്. എനിക്ക് പിണറായി ആവണം ഇല്ലത് ഒരാൾ പ്രതീക്ഷയാണ്. അങ്ങനെ ആ മോഹിക്കുന്നു പുറത്തേക്ക് പ്രക്ഷോഭമാക്കരുത്. നമ്മളെ മനസ്സിലെ ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്. LDF കാര്യം കുറച്ച് പരിതാപമാണ്. BJPക്ക് നല്ലൊരു സീറ്റ് ഇതിൽ കാണും. നല്ല വരണല്ലേ, അടിപൊളി വരണല്ലേ, വരും ഉറപ്പായിട്ടും. ചത്തെടുക്കുന്ന കോൺഗ്രസിനെ ഇനിയിപ്പിച്ചത് സതീശനാ. മൂപ്പർക്കാണ് അതിന് മുൻഗണന കൊടുക്കേണ്ടത്. വേണുഗോപാലനൊന്നും ഇവിടെ കേരളത്തിൽ പൊസിഷനിൽ കളിക്കാൻ പറ്റിയ ആള്, CPM-നോട് മുട്ടി കളിക്കാൻ പറ്റിയ ആള് ഇവൻ തന്നെ ഉള്ളൂ. വേറെ ആർക്കും കഴിയില്ല. ചെന്നിത്തല ഒന്നും ആയിട്ട് കാര്യമില്ല. ചെന്നിത്തല എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്നു പോരും. മറ്റവൻ അപ്പം മറുപടി കൊടുക്കും. CPM-ൽ ഏകാധിപത്യമാണ്. ഒരാൾ പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക്. കോൺഗ്രസും ലീഗൊന്നും അതല്ല, എല്ലാവർക്കും അഭിപ്രായം പറയാം. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ആയത്. ഒരു നേതാവിൻ്റെ കീഴിലല്ല നിൽക്കുക. CPM എന്നല്ല, CPM ഒരു നേതൃത്വം ഒന്നേ ഉണ്ടാവുള്ളൂ, ബാക്കി അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. കട്ടയ്ക്കുള്ള സംഭവമാണ്, അതൊന്നും അങ്ങോട്ടും കൊണ്ട് പറഞ്ഞുകൂടാ. UDF ആണ് വരുന്നാണ് പറയണത്, എന്നാലും LDF-നാണ് മുന്ന് പിണറായി തന്നെ, വേറെ അംശമൊന്നുമില്ല. മുഖ്യമന്ത്രി ആരാവുന്ന തീരുമാനമായിട്ടില്ല. പാർട്ടി ഇതേപോലെ തന്നെ UDF-നൊരു മേൽക്കോയ്മ കാണുന്നുണ്ട്. വേണുഗോപാലിനൊരു ചാൻസ് കാണുന്നുണ്ട്. അവരിതിലേക്ക് പോകുന്നതാണ് തോന്നുന്നത്. സതീശനെല്ലാവരും ഇവർ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് കുറച്ച് പിന്നോട്ടായിന്ന് എല്ലാവർക്കും ഒരു മടിയുണ്ട്. അതുകൊണ്ട് വേണുഗോപാൽ ചെന്നിത്തലയ്ക്ക് ഒരു സെക്കൻഡ് ചാൻസ്. അടുത്ത മുഖ്യമന്ത്രി VD സതീശനാവാനാണ് ചാൻസ് കൂടുതൽ. മൂന്നാമതൊരു ചാൻസ് കാണുന്നില്ല. അതായത് ഇനി പിന്നെ ഉണ്ടാവില്ല. കാരണം ഈ രാഷ്ട്രീയത്തിൽ ശ്രമിക്കാനാണ് ചാൻസ്. എന്താ മുഖ്യമന്ത്രി സതീശൻ തന്നെ. സതീശനാണ് കോൺഗ്രസിനെ വളർത്തി കേരളത്തിൽ ജനങ്ങളെ സപ്പോർട്ടുള്ളൊരു വ്യക്തിയാണ് സതീശൻ. പിണറായിൻ്റെ കാര്യം പോലെ ഡേഞ്ചർ തന്നെയാണ്. ജന സപ്പോർട്ട് ഇല്ലാന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞു പോയി. ഇനി അവിടെ ഇപ്പം ജയിച്ച് അറിഞ്ഞാൽ തന്നെ ഭൂരിപക്ഷം കുറയാൻ സാധ്യത. VD സതീശൻ വേറൊരു തലമുറക്ക് നല്ലൊരു കാര്യമാവട്ടെ, ഒരു മാറ്റം എല്ലാവർക്കും നല്ലതാവട്ടെ. LDF ഭരിക്കട്ടെ, അവരല്ലേ നല്ലത്. പിണറായി ഒഴിച്ച് വേറെ ആരായാലും ഓക്കെ. ശൈലജ ടീച്ചർ ഉണ്ടല്ലോ. മുഖ്യമന്ത്രി UDF-നാണെങ്കിൽ VD സതീശന് ആവാൻ ചാൻസ്. എന്ന് പറഞ്ഞാൽ VD സതീശനാണ് ഇവിടെ ഈ ഹാർഡ് വർക്ക് ചെയ്തതെല്ലാം VD സതീശനാണ്. ഒരു സർവേ നടത്തിയിട്ട് 27% VD സതീശനാണല്ലോ ഇതിൽ വന്ന്. 8% രമേശ് ചെന്നിത്തല ഉള്ളത്. പിന്നെ LDF വരാണെങ്കിൽ പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രിയായിട്ട്. VD സതീശൻ വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് നാടുകാർക്ക് മുഴുവൻ. VD അല്ലെങ്കിൽ പിന്നെ നമ്മളെ രമേശ് ചെന്നിത്തല.